എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ അവിടെ ഇങ്ങനെ നടന്നു പോകുന്നതും അവളുടെ നേർക്കൊരു ചെറുക്കനാണെങ്കിൽ ബാസ്കറ്റ് ബോൾ എടുത്ത് എറിയാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ CUA വരും. അവനാണെങ്കിൽ വന്നിട്ട് നമ്മളുടെ ഈ ഷിയാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോൾ കയറി അങ്ങ് പിടിക്കും. സത്യം പറഞ്ഞാൽ ഷിയാൻ നല്ലതുപോലെ സർപ്രൈസ്ഡ് ആയിരുന്നു. അവളാണെങ്കിൽ ഞെട്ടിപ്പോയതുകൊണ്ട് തന്നെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. അവൾ ഭയങ്കര ഓക്വേർഡായിട്ടാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലായിട്ട് നമ്മുടെ സാറ് അവിടുത്തെ പഠിക്കുന്ന പെങ്കൊച്ചില്ലേ അവളുടെ അടുത്ത് പേരെഴുതാൻ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അവിടെ നമ്മുടെ ഷിയാനാണെങ്കിൽ അവളുടെ തൊട്ടടുത്തിരിക്കുന്ന ചെറുക്കൻ്റെ അടുത്ത് ബുക്ക് ചോദിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ പെങ്കൊച്ചുണ്ടല്ലോ, അതായത് ആ ബുജ്ജി പെണ്ണ, അവളാണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെയും അതേപോലെ തന്നെ അവൾ ബുക്ക് ചോദിച്ച് അവൻ്റെയും പേരങ്ങ് ബോർഡിലായിട്ട് എഴുതും. ഇത് കാണുന്നേ ഷിയാനങ്ങ് ഒരുമാതിരിയായി പോവും. അവളാണെങ്കിൽ വലിയതായിട്ട് മിണ്ടിയതൊന്നുമില്ലല്ലോ, അവൾ ജസ്റ്റ് ഒരു ബുക്ക് മാത്രമല്ലേ ചോദിച്ചത്. അതേപോലെ തന്നെ നമ്മളുടെ CUAയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആ ചെറുക്കനില്ലേ, അവൻ്റെ പേര് സിക്കി എന്നാണ് കേട്ടോ. അവനും അവിടെ നിന്ന് ചെറുതായിട്ട് സംസാരിക്കും. എന്നാൽ അവൻ്റെ പേര് ബോർഡിലൊന്നും എഴുതത്തില്ല. സാറ് വന്ന് കാണുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ഷിയാൻ്റെയും അവളുടെ അടുത്തിരിക്കുന്ന ചെറുക്കൻ്റെയും പേരാ ബോർഡിലുള്ളത്. അങ്ങനെ സാറാണെങ്കിൽ ഇവരെ പിടിച്ചു നിർത്തി പണിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മളുടെ CUA എന്തോ ചെയ്യുമെന്നറിയാവോ, സാറിൻ്റെ അടുത്ത് പറയും, സാർ നിങ്ങൾക്കറിയാവോ ഇവിടെയാണെങ്കിൽ ഷിയാനും ആ ചെറുക്കനും മാത്രമല്ല സംസാരിച്ചത്, ദാ ഈ ഇരിക്കുന്ന സിക്കിയും ഭയങ്കര ബഹളം വെപ്പായിരുന്നു എന്ന്. അങ്ങനെ സാറാണെങ്കിൽ സിക്കിനെ എഴുന്നേൽപ്പിക്കും. അവനാണെങ്കിൽ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ മിണ്ടിയത് അവരുടെ എല്ലാം പേരങ്ങ് വിളിച്ചു പറയും. അങ്ങനെ സാറിന് എല്ലാവരും പണിഷ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മളുടെ CUA ആണെങ്കിൽ ഇങ്ങനെ കാണിച്ചത് തന്നെ നമ്മളുടെ ഷിയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഷിയാനാണെങ്കിൽ നമ്മുടെ CUAയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സിക്കിയില്ലേ, അവൻ്റെ കൂടെ ഇരിക്കുന്ന പെങ്കൊച്ചായിട്ടുള്ള ഷദ്ദിയുടെ അടുത്താണെങ്കിൽ അവളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ ആ ബുജ്ജി പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണെങ്കിൽ നമ്മളുടെ ഷിയാനെ ഓരോന്ന് പറഞ്ഞ് വഴക്ക് പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഷദ്ദി അങ്ങനെ മിണ്ടാണ്ടിരിക്കത്തൊന്നുമില്ല. അവൾ പറയും, മര്യാദയ്ക്ക് നീ അവളുടെ അടുത്ത് സോറി പറയണം, ഇങ്ങനെയൊന്നും ഒരാളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. അവസാനം ഈ ബുജ്ജി പെണ്ണാണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിയുന്നത് അവളുടെ ആ സീനിയർ ഇറക്കലില്ലേ, അതായത് ബൈക്കോ, അവൻ പറഞ്ഞതനുസരിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അവളുടെ കയ്യിലുള്ള സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അവളങ്ങനെ ആ സ്വീറ്റ്സ് കൊണ്ടുവന്ന് നമ്മളുടെ CUAയ്ക്കും അതേപോലെ തന്നെ സിക്കിക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പെട്ടെന്ന് തന്നെ ആ ബുജ്ജി പെണ്ണാണെങ്കിൽ അവിടെ പറയും, അയ്യോ ഇവള് തന്ന ചോക്ലേറ്റ് നീ കഴിക്കല്ലേ, നിനക്ക് ഞാൻ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട് തരാം എന്ന്. എന്നാൽ നമ്മളുടെ CUA അതൊന്നും മൈൻഡ് ആക്കാൻ നിൽക്കത്തില്ല. അവനാണെങ്കിൽ വേഗം തന്നെ ആ ചോക്ലേറ്റ് ആണെങ്കിൽ എടുത്തങ്ങ് കഴിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാനാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരവധി ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ നല്ല സമാധാനമായിട്ട് TV കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് അവളുടെ അമ്മ വന്നിട്ട് പറയും, എടി മോളെ വേഗം പോയി നീ നിൻ്റെ അനിയനെ വിളിച്ചിട്ട് വാ, അവനാണെങ്കിൽ ആ ഗെയിമിംഗ് സെൻ്ററില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവിടെയായിട്ട് വരും. അവിടെ എത്തുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മളുടെ CUAയും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവളെ കാണുന്നത് നമ്മളുടെ ഷദ്ദി വന്നിട്ട് ഇവളുടെ അടുത്ത് പറയും, ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാഞ്ഞെന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ ബുജ്ജി പെണ്ണ് വന്നിട്ട് പറയും, അതെ നീ ഇനി മുതൽ നിൻ്റെ ആ പഴയ സീറ്റിൽ തന്നെ ഇരുന്നോ, നീ എന്തായിരുന്നാലും അവിടെ നിന്ന് മാറണ്ട, നിനക്കാണെങ്കിൽ പഠിത്തത്തിൽ ഒരുപാട് ഡൗട്ടുണ്ട്, നീ അത്ര മിടിക്കുകയല്ല എന്നാണ് CUA എൻ്റെ അടുത്ത് പറഞ്ഞത്, അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരുന്നോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാനങ്ങ് ഒരുമാതിരിയാവും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരുടെ ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സിക്കി ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് പറയും, നീയും വാ വേഗം തന്നെ എൻ്റെ കൂടെ ഡാൻസ് കളിക്കും, ഞാൻ നിന്നെ ഇപ്പം തന്നെ തോപ്പിച്ച് കാണിച്ചു തരാം എന്ന്. അവസാനം നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് എല്ലാവരോടും നിർബന്ധിക്കുന്നേയും ഷിയാനാണെങ്കിൽ ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ നമ്മുടെ ഷിയാൻ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു, അവൾ നല്ല കിടിലമായിട്ട് തന്നെ ഗെയിം കളിക്കും. അവസാനം നമ്മുടെ സിക്കിനെ തോൽപ്പിക്കും. അവനാണെങ്കിൽ അവൻ്റെ തോൽവി സമ്മതിക്കാനൊന്നും അത്ര റെഡി ആയിരുന്നില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗേൾസും കൂടി ചേർന്നിട്ട് പാവക്കുട്ടീനെയൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്യുന്ന മെഷീനില്ലേ, അതിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ CUA ആണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ഉടനെ തന്നെ നമ്മുടെ ഷിയാൻ CUA എടുത്ത് വയ്ക്കും, നിനക്ക് എന്താ ഇത് എടുക്കാൻ അറിയത്തില്ലേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു കോമ്പറ്റീഷൻ സ്റ്റാർട്ടാകും. നമ്മുടെ CUA ആണെങ്കിൽ 2 പാവക്കുട്ടീനെ പുഷ്പം പോലെ എടുക്കും. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ വിചാരിച്ച പാവക്കുട്ടീനെ എടുക്കാൻ പറ്റത്തില്ല. ഇവൾ നല്ലതുപോലെ നാണം കെട്ട് പോയതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ അവളുടെ അനിയനെയും വിളിച്ചുകൊണ്ട് വീട്ടിലായിട്ട് അങ്ങ് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഷിയാനാണെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കാൻ ഒരുങ്ങുന്നതാണ്. അവളവിടെ പറയും, അതായത് അമ്മ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരുമോ എന്ന്. അവളുടെ അമ്മ പറയും, മോളെ മൊബൈലിനൊക്കെ നല്ല വിലയാണ്, ഇപ്പോൾ അതിനൊന്നും പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിയാനാണെങ്കിൽ പഴയതുപോലെ തന്നെ CUAയുടെ ആ ഒരു ബെഞ്ചിലായിട്ട് വന്നിരിക്കും. ഇത് കാണുന്നതും എല്ലാവർക്കും ഭയങ്കര
ഭയങ്കര സന്തോഷം. ഉടനെ തന്നെ അവിടെ ഇരുന്ന് സിക്കിയാണെങ്കിൽ നമ്മുടെ CEO എടുത്ത് ചോദിക്കും, എടാ എന്നാലും നീ ഇത് എങ്ങനെയാണ് സാധിച്ചത്? ആ മിസ്റ്റർ ലീ ആണെങ്കിൽ ഇതിനങ്ങനെ ഒന്നും സമ്മതിക്കുന്നതല്ലല്ലോ എന്ന്. പെട്ടെന്ന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ CEO ആണെങ്കിൽ ഈ മിസ്റ്റർ ലീ, അതായത് അവരുടെ ക്ലാസ് ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ വന്നിട്ട് ആ സാധനം എടുത്ത് പറയും, ഷിയാൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് വലിയ കടപ്പാടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഷിയാനെ നല്ലതുപോലെ നോക്കിക്കോണേ എന്ന്, ഷിയാനെ പഠിപ്പിക്കണേ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവളുമായിട്ട് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനൊന്നും റെഡി ആവത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ CEO അവിടെ നിന്നത് തന്നെ ഷിയാൻ്റെ അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. കറക്റ്റായിട്ട് അയാളാണെങ്കിൽ അവിടെ നടന്നു വരും. നമ്മുടെ CEOനെ കാണുന്ന അയാൾ നല്ലതുപോലെ പൊക്കി പറയാൻ തുടങ്ങും. ഉടനെ തന്നെ നമ്മളുടെ CEO പറയും, അതേ ആങ്കിളെ, ഞാനും ഇവിടെ എൻ്റെ സാധനടുത്ത് അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഷിയാനെ എൻ്റെ ഡെസ്ക് മേറ്റ് ആക്കുമോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിയാൻ്റെ അച്ഛൻ പറയും, ആഹാ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ലേ, അങ്ങനെയാകുമ്പോൾ മോൻ എൻ്റെ മോളുടെ പഠിക്കുന്ന കാര്യത്തിലെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കാനും പറ്റും, സാറിന് അതിന് എതിർപ്പൊന്നും കാണത്തില്ല എന്നും പറഞ്ഞിട്ട് ഷിയാൻ്റെ അച്ഛൻ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ക്ലാസ് ടീച്ചറിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയാൾക്ക് അവസാനം അത് സമ്മതിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തും. ഇതൊക്കെ അറിയുന്നത് നമ്മളുടെ ഷിയാനും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമ്മുടെ CEOനെ നല്ലതുപോലെ പൊക്കി പറയും, എന്നാലും നിന്റെ ബുദ്ധി കൊള്ളാലോ, നീ ഭയങ്കര മിടുക്കം തന്നെയായിരുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷതിയാണെങ്കിലേ ഷിയാന് വേണ്ടിയിട്ട് അവളെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ആ ഒരു ഡൈനോസറിൻ്റെ പാവക്കുട്ടീനെ എടുത്തങ്ങ് കൊടുക്കും. ഇത് കാണുന്ന ഷിയാന് ഭയങ്കര സന്തോഷമാണ്. അവളാണെങ്കിൽ ഷതി എടുത്ത് നല്ലതുപോലെ താങ്ക് യു പറയും. ഉടനെ തന്നെ ഷതി പറയും, ഈ താങ്ക് യു നീ എൻ്റെ അടുത്തല്ല പറയേണ്ടത്, ഇവിടെ CEO ആണ് നിനക്ക് വേണ്ടിയിട്ട് ഈ പാവക്കുട്ടീനെ എടുത്ത്, അപ്പോൾ നീ അവൻ്റെ അടുത്ത് ആ താങ്ക് യു പറയണ്ടേ. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഷതിയും അതേപോലെ തന്നെ സിക്കിയും അവിടെ നിന്നങ്ങ് പോവും. ഇവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ CEO എടുത്ത് ചോദിക്കും, അല്ല നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ഈ പാവക്കുട്ടീനെ എടുത്തേ? ഉടനെ തന്നെ CEO പറയും, അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 2 പെൺകുട്ടികൾക്ക് ഞാൻ പാവക്കുട്ടീനെ എടുത്തു കൊടുത്തില്ലേ, അതിൻ്റെ പേരിലാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടും എടുത്തത്. ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയും, ആണോ അങ്ങനെയായിരുന്നല്ലേ, എന്തായിരുന്നാലും എനിക്കിതിനെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമ്മളുടെ CEO ആണെങ്കിൽ ചോദിക്കും, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നാണല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ പാവക്കുട്ടീനെ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചങ്ങ് എടുക്കും. എന്നിട്ട് അവൻ പറയും, ഞാനിതിനെ കയ്യിൽ വെച്ചോളാം എന്ന്. ഉടനെ എന്നെ ഷിയാൻ പറയും, അതെനിക്ക് തന്നതല്ലേ, എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അടി കൂടാനായിട്ട് തുടങ്ങും. 2 പേരുടെ അടി കൂടി ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ അത് മനസ്സിലാവും, അതായത് അവളിപ്പോൾ അവൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവിടെ നിന്ന് ബാക്കിലോട്ട് മാറിയെങ്കിരിക്കും. ഉടനെ തന്നെ നമ്മളുടെ CEO അവൾക്കാണെങ്കിൽ ആ പാവക്കുട്ടിയെ കൊടുത്തിട്ട് വരും, എനിക്കൊന്നും വേണ്ട, ഇതിനെ നീ വെച്ചോന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലായിട്ട് കൊടുക്കും. ഉടനെ തന്നെ ഷിയാൻ അതിനെ എടുത്തിട്ട് പറയും, നോക്കിയാണ് ഈ ക്രോക്കഡൈലിനെ കാണാൻ എന്ത് രസവാ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ CEO പറയും, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ, ഇത് ക്രോക്കഡൈലൊന്നുമല്ല, ഇതൊരു കുഞ്ഞു ഡൈനോസറാണ്. ഉടനെ തന്നെ ഷിയാൻ പറയാം, ആരാ പറഞ്ഞ് ഇതൊരു ക്രോക്കഡൈലാണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ CEO ആണെങ്കിൽ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന പേരെടുത്ത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, കണ്ടോ ഇതൊരു കുഞ്ഞു ഡൈനോസറാണ്. അപ്പം നമ്മളുടെ ഷിയാൻ പറയും, എന്തായിരുന്നാലും ഇത് എൻ്റെ പാവക്കുട്ടിയല്ലേ, എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും, ഇനി മുതൽ നീ ഒരു ക്രോക്കഡൈലാണെന്ന് പറഞ്ഞിട്ട് അവളുടെ നിന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEOയ്ക്ക് അങ്ങ് ചിരി വരും. അവരിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ക്ലാസ് ടീച്ചർ അവരുടെ മാത്സ് ടെസ്റ്റ് പേപ്പറിൻ്റെ പേപ്പേഴ്സ് എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാൻ അവളുടെ മാർക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ CEOയും അത് കാണും. അവനിവളുടെ മാർക്ക് കണ്ടിട്ട് പറയും, എന്നാലും നിനക്ക് ഈ സ്കൂളിൽ ആരാണോ എന്തോ അഡ്മിഷൻ തന്നെ. ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയും, അത് എനിക്കൊരു സീനിയറുണ്ട്, ബൈക്കോങ് എന്ന പേര്, അവൻ എന്നെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മോട്ടിവേഷൻ കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ CEOയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് ജലസ് അടിക്കും. അവനെന്നാൽ അത് വലിയ കാര്യമാക്കാനൊന്നും നിൽക്കത്തില്ല. ഉടനെ തന്നെ അവനാണെങ്കിൽ നമ്മുടെ ഷിയാന് മാത്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടിറങ്ങും. ഇതൊക്കെ കേൾക്കുന്നേ ഷിയാൻ്റെ കിളി പോവും. എന്നാലും അവൾ കേട്ടുകൊണ്ടിരിക്കും. അവസാനം നമ്മളുടെ CEO ആണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഇത്രയും വലിയ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല, കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എഴുതി വെച്ചിരുന്നാൽ മതി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് നമ്മളുടെ CEO ഇല്ലേ, അവനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, ഒന്ന് വേഗം നടക്ക്, ഞാൻ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവുന്നു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിയാൻ്റെ ബാഗ് നല്ല വെയിറ്റ് ആയിരുന്നു. അവളാണെങ്കിൽ അവിടെ പറയും, എൻ്റെ ബാഗിന് നല്ല വെയിറ്റാണ്, അതുകൊണ്ടാണ് എനിക്ക് നല്ലതുപോലെ നടക്കാൻ പറ്റാത്തതെന്ന്. ഉടനെ തന്നെ നമ്മളുടെ CEO ആണെങ്കിൽ അവളുടെ ബാഗ് എടുത്ത് പൊക്കി അങ്ങ് പിടിക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ ഷിയാൻ നല്ലതുപോലെ ഷോക്കാവും. അവൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അവർ രണ്ടുപേരും അങ്ങനെ സ്കൂളിൻ്റെ പരിസരത്തായിട്ട് എത്തുന്നത്. പെട്ടെന്ന് തന്നെ കാറിലായിട്ട് ഒരു പെണ്ണ് വന്നിറങ്ങും. നല്ല മുടിക്ക് നീളമൊക്കെ ഉള്ളൊരു സുന്ദരി പെണ്ണാണ് കേട്ടോ. ഇവളെ കാണുന്ന എല്ലാവരും ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ഷിയാനും CEOയും വരും. അവിടെയാണെങ്കിൽ CEO ഈ പെണ്ണിനെ കണ്ടിട്ട് ചോദിക്കും, ആഹാ നീ നിൻ്റെ മെഡിക്കൽ ലീവൊക്കെ കഴിഞ്ഞിട്ട് വന്നോ? ഉടനെ തന്നെ ആ പെണ്ണ് പറയാൻ തുടങ്ങും, ആന്ന് CEO എനിക്ക് എന്തായിരുന്നാലും ഒരുപാട് ക്ലാസ് പെൻഡിങ് ആയി, എനിക്ക് ഒരുപാട് മുമ്പിൽ
ക്ലാസ്സിലോട്ട് കയറി വരാനായിട്ടുണ്ട്, നീ എന്നെ സഹായിക്കത്തില്ലേ? ഉടനെ എന്നെ CEO പറയും, പിന്നെന്താ, നീ ധൈര്യമായിട്ടിരിക്കും, നമുക്കെല്ലാം ക്യാച്ചപ്പ് ചെയ്തെടുക്കാം എന്ന്. നമ്മുടെ ഷിയാനാണെങ്കിൽ ഇവളെ കാണുന്നതിന് ചെറുതായിട്ടൊന്ന് ജലസടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവള് ക്ലാസ്സിലായിട്ട് വരുന്നതാണ്. എല്ലാ ചെറുക്കന്മാരും ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവളാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ നല്ലൊരു പോപ്പുലർ ഗേൾ ആണ് കേട്ടോ. എല്ലാവരും അവളുടെ കൂടെ കൂട്ടുകൂടാനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ സിക്കി അവിടെ എന്നിട്ട് പറയും, അവളെ എൻ്റെ ഒരു ഡെസ്ക് മേറ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ഭാഗ്യം ചെയ്താനേ എന്ന്. ഇത് കേട്ടുകൊണ്ട് വരുന്ന നമ്മളുടെ ശാന്തിയാണെങ്കിൽ ഇവൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് ചോദിക്കും, നീ എന്തുവാ പറഞ്ഞത്? ഉടനെ എന്നെ സിക്കിയാണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിയാനും അതേപോലെ തന്നെ ശാന്തിയും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മുടി വളർത്തിയ പോപ്പുലർ ഗേളിനെ തന്നെയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിയാൻ പറയും, എന്നാലും ഇവളെ എന്ത് സുന്ദരിയല്ലേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ശാന്തി പറയാനായിട്ട് തുടങ്ങും, അവളുടെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലൊക്കെയാണ് അവൾ ഇത്രയും സുന്ദരിയാക്കുന്നത്. നീയും അവളെ പോലെ ഡ്രസ്സ് ചെയ്യുകയും ഹെയർ സ്റ്റൈൽ ചേഞ്ച് ആക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവളെക്കാട്ടി നല്ല ഭംഗിയായിരിക്കും നിന്നെ കാണാൻ. ഇത് കേൾക്കുന്ന ഷിയാന് ഭയങ്കര സന്തോഷമാവും. എങ്കിലും അവൾ അതൊന്നും ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നേ, അതായത് എലക്ഷൻ വരുവാണ്, എല്ലാവരും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഹെഡ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്ന്. അങ്ങനെ ഈ സാറ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയും. ഡ്രോയിങ്ങിൻ്റെ പേര് കേൾക്കുന്നത് നമ്മുടെ ഷിയാൻ ചാടി എഴുന്നേക്കാനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ പോപ്പുലർ ആയിട്ടുള്ള പെണ്ണ് ചാടി അങ്ങ് എഴുന്നേക്കും. ഇത് കാണുന്നേ ഷിയാനങ്ങ് നല്ല സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ പോപ്പുലർ പെണ്ണാണെങ്കിൽ നമ്മുടെ ഷിയാനടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നതാണ്. അവളുടെ പേര് ഇന്നെന്നാണ് കേട്ടോ. അവൾ വന്നിട്ട് നമ്മുടെ ഷിയാനടുത്ത് പറയും, നമുക്ക് രണ്ടുപേർ കൂടി ചേർന്നിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യണം എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ ഷിയാനടുത്ത് ഇവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ CEO ആ ഒരു പൗച്ച് തുറന്നിട്ട് അതിൽ നിന്ന് പേന എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ പറയും, CEO അവൻ്റെ സാധനങ്ങൾ വേറൊരാളെടുക്കുന്നത് ഇഷ്ടമല്ല. ഉടനെ തന്നെ ഈ എന്നെ പറയും, ഞാൻ അവൻ്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ ഒന്നും പറയത്തില്ല, നീ അങ്ങനെ ടെൻഷൻ ആവണ്ട എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയാനങ്ങ് ഒരുമാതിരിയാവും. അവൾ വിചാരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് ഉള്ളത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനാണെങ്കിൽ ഈ ഇന്നിൻ്റെ കൂടെ ചേർന്നിട്ട് ആ ബോർഡിലായിട്ട് നല്ലതുപോലെ പടമൊക്കെ വരയ്ക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ CEO വന്നിട്ട് ഈ ഇന്നിനെ കാണുന്ന അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാനാണെങ്കിൽ നല്ലതുപോലെ ജലസാവും. അതേപോലെ തന്നെ ഷിയാൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളുടെ സിക്കി സംസാരിക്കാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ ഇവൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശാന്തി വന്നിട്ട് ഇവനെ കിടന്ന് നല്ലതുപോലെ വഴക്ക് പറയും, നീ ഇവിടെ എന്തോ കാണിക്കുക എന്നും ചോദിച്ചിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവിടെ നിന്ന് വീഴാനായിട്ട് പോകും. ഇത് കാണുന്നേയും CEO ആണെങ്കിൽ ഇവള് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ പിടിച്ച് തള്ളി ആ ബോർഡിൻ്റെ അടുത്തായിട്ട് ചേർത്തങ്ങ് നിർത്തും. എന്നാൽ നമ്മളുടെ ഷിയാൻ്റെ മുഖത്തായിട്ട് നല്ലതുപോലെ ചോക്കുപൊടിയൊക്കെ പറ്റിയായിരുന്നു. ഇത് കാണുന്നതും എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ തന്നെ ഷിയാനാണെങ്കിൽ നമ്മളുടെ CEO നല്ലതുപോലെ വഴക്ക് പറയും, നീ എന്ത് പരിപാടിയായി കാണിച്ചത്, എൻ്റെ മുഖത്ത് മൊത്തം ചോക്കുപൊടി ആയില്ലേ എന്ന്. ഉടനെ തന്നെ CEO പറയും, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കിയത്, ഞാൻ വേറൊന്നും ചെയ്തില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അടി കൂടുന്ന കാണുന്നേയും സിക്കിയും അതേപോലെ തന്നെ നമ്മളുടെ ശദ്ധിയും കൂടി ചേർന്നിട്ടേ ഇവരെടുത്ത് ചോദിക്കും, നിങ്ങളിപ്പോൾ ഫ്ലേർട്ട് ചെയ്യുവാണോ എന്ന്. പെട്ടെന്ന് രണ്ടുപേരും കൂടി ഒരേ സ്വരത്തിൽ പറയും, ഷട്ടപ്പ് എന്ന്. ഇത് കേൾക്കുന്നതിന് രണ്ടെണ്ണം മിണ്ടാണ്ടങ്ങിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരാണെങ്കിൽ വന്നിട്ട് നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് പറയും. അവൾക്കാണെങ്കിൽ മര്യാദയ്ക്ക് പറയാൻ കൂടി പറ്റത്തില്ല. എന്നാൽ ഈ ഇന്നിനെ എഴുന്നേൽപ്പിക്കുന്നത് അവൾ നല്ല ചറ പറയാന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ഷിയാൻ വിചാരിക്കും, എന്നാലും അവൾ എന്ത് മിടിക്കുക, അവൾ എന്തുകൊണ്ടും എന്നെക്കാട്ടി ഒരു പടി മുകളിൽ തന്നെയാണ്, എനിക്കും അവളെ പോലെ ആവണം, എനിക്കും അവളെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ നമ്മളുടെ ഷിയാൻ ഇങ്ങനെ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബ്രേക്ക് ടൈം ആവുന്നത് നമ്മളുടെ ഷിയാനാണെങ്കിൽ നേരെ ബൈക്കോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ബൈക്കോങ് ആണെങ്കിൽ നമ്മളുടെ ഷിയാന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പൊക്കെ ഉള്ളൊരു ബുക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അവൻ്റെ അടുത്ത് നമ്മളുടെ ഷിയാനാണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അവൻ പറയും, അതിലൊന്നും വലിയ കാര്യമില്ല, നീ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന്. അവൾ അങ്ങനെ തിരിച്ച് ക്ലാസ് റൂമിലായിട്ട് എത്തുന്നതും അവിടെ നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാന് വേണ്ടിയിട്ട് ഒരു ബുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഈ ബുക്ക് നോക്കി നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി, നിനക്ക് നിൻ്റെ ഇംഗ്ലീഷ് നല്ലതുപോലെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഇത് കാണുന്നേ ഷിയാന് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രി സമയത്ത് നമ്മളുടെ ഷിയാൻ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് അവിടെയായിട്ട് അവളുടെ അച്ഛൻ കയറി വരും. അച്ഛനാണെങ്കിൽ വന്നിട്ട് നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അച്ഛൻ അവളുടെ അടുത്ത് ചോദിക്കും, ഞാൻ അറിഞ്ഞല്ലോ മോൾ അമ്മയുടെ അടുത്ത് മൊബൈൽ ഫോൺ ചോദിച്ചു എന്ന്, നിനക്ക് മൊബൈൽ ഫോൺ ഇത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തോ. ഇത് കേൾക്കുന്നേ ഷിയാൻ പറയാം, അതിൻ്റെ അത്രയ്ക്കും വലിയ ആവശ്യമൊന്നും ഇല്ല എന്ന്. ഉടനെ തന്നെ അവളുടെ അച്ഛനാണെങ്കിൽ അവളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ബുക്ക് എടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചും നോക്കും. എന്നിട്ട് പറയും, ഇത് മോളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ. ഉടനെ തന്നെ ഷിയാൻ പറയും, അതെനിക്ക് വേണ്ടിയിട്ട് CEO എഴുതി തന്ന നോട്ടാണ് എന്ന്. ഇത് കേൾക്കുന്ന
കേൾക്കുന്നേ നമ്മുടെ ഷിയാൻ്റെ അച്ഛന് നല്ല സന്തോഷമാവും. അവളുടെ അച്ഛൻ പറയും, എന്തൊക്കെയായിരുന്നാലും അവൻ നല്ലൊരു ചെറുക്കനാണ്, അവൻ നിന്നെ എന്തുമാത്രമാ കെയർ ചെയ്യുന്നത്. അന്ന് അവൻ സീറ്റ് ചേഞ്ച് ആക്കുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാൻ ഒരു കാര്യം മനസ്സിലാവും, അതായത് ഷിയാൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളുടെ CEO അവളെ ഇത്ര കെയർ ഒക്കെ ചെയ്യുന്നത് എന്ന് അവൾ വിചാരിക്കും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് നല്ലതുപോലെ ഫ്രണ്ട്ഷിപ്പ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ലല്ലേ, അവൾക്ക് നല്ലതുപോലെ വിഷമമാവും. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഷിയാനാണെങ്കിൽ CEO വേണ്ടിയിട്ട് നല്ലതുപോലെ വെയിറ്റ് ചെയ്തൊന്നുമില്ല. അവൾ വേഗം തന്നെ അവളുടെ സ്കൂളിലായിട്ട് തനിച്ചിങ്ങ് വരും. CEO നല്ലതുപോലെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവൻ ഓടിക്കതച്ച് അവൻ്റെ ക്ലാസ്സിലായിട്ട് വന്ന് കയറുന്നത്. അവൻ വന്നിട്ട് ഷിയാൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാഞ്ഞേന്ന്. എന്നാൽ നമ്മുടെ ഷിയാൻ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവൾ വേഗം തന്നെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. നമ്മളുടെ CEO ഒന്നും മനസ്സിലാവത്തില്ല. ഷിയാൻ അങ്ങനെ വേഗം തന്നെ ടീച്ചറിൻ്റെ അടുത്ത് വന്നിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് കേൾപ്പിക്കും. ടീച്ചർ അവളെ നല്ലതുപോലെ പൊക്കി പറയുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവൾ തിരിച്ച് ക്ലാസ് റൂമിലോട്ട് നടന്നു വരുന്നേ 2 പെൺപിള്ളേർ അവിടെ കിടന്ന് അടികൂടി അവളുടെ ദേഹത്തായിട്ട് കുറച്ച് വെള്ളം എടുത്ത് അങ്ങ് ഒഴിക്കും. നമ്മളുടെ ഷിയാൻ ഭയങ്കരമായിട്ട് നാണം കെട്ടുപോയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു ദേവദൂതനെ പോലെ നമ്മളുടെ CEO അവൻ്റെ ജാക്കറ്റൊക്കെ ആയിട്ട് വരും. എന്നിട്ട് അവൻ വേഗം തന്നെ നമ്മളുടെ ഷിയാനെ അങ്ങ് കവർ ചെയ്തങ്ങ് നിർത്തും. എന്നിട്ട് അവനാണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തെ, എന്താ എന്നെ കളഞ്ഞിട്ട് ഇന്ന് വന്നത്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ എന്താ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയാൻ പറയും, എനിക്കിപ്പോൾ എല്ലാ സത്യവും മനസ്സിലായി, നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയും എന്നോട് കെയറിങ് ഒക്കെ കാണിച്ചത് എൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലല്ലേ. നിനക്ക് അതിനൊന്നും താല്പര്യമില്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ അതിലെല്ലാം ഓക്കെയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ CEO അവളുടെ അടുത്ത് പറയും, നിൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലൊന്നുമല്ല ഞാൻ നിന്നെ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എനിക്കതിൻ്റെ പിന്നിൽ വേറെ ഒരു റീസൺ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ CEO പഴയ കാര്യം പറയാനായിട്ട് തുടങ്ങും. അതായത് പണ്ട് ഇവർ ചെറുതായിരുന്നപ്പോഴേ നമ്മളുടെ CEO ആണെങ്കിൽ അവളുടെ ഹോം ടൗണിലായിട്ട് വന്നായിരുന്നു. ആ സമയത്ത് ഫ്ലഡ് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ CEO ഇവളുടെ വീട്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇവനാണെങ്കിൽ നല്ല ചെറുതല്ലേ, ഇവർ രണ്ടുപേരും ഒരു ബെഡ്റൂമാണ് ഷെയർ ചെയ്തിരുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ CEO ബാത്റൂമിൽ പൊക്കോളാൻ വയ്യായിരുന്നു. എന്നാൽ നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് പറയുന്നത് അവൾ പറയും, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടാ എന്ന്. രാവിലെ എണീക്കുമ്പോൾ എന്താ നമ്മളുടെ CEO ആണെങ്കിൽ ആ കട്ടിൽ മൊത്തം നാറ്റിച്ച് വെച്ചേക്കോ. ഇത് കാണുന്നേ ഷിയാനാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നീ എന്ത് പരിപാടിയെ കാണിച്ചത്, നിനക്ക് എന്താ എണീറ്റ് പോയി ബാത്റൂമിൽ പൊക്കൂടായിരുന്നു എന്ന്. എന്നാൽ നമ്മളുടെ CEO ആണെങ്കിൽ വെറും കുഞ്ഞതല്ലേ, അവന് നല്ല പേടിയായിരുന്നു. അവൻ പറയും, ഇക്കാര്യം നീ വേറെ ആർത്തും പറയല്ലേ, വലുതായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ കറങ്ങാൻ കൊണ്ട് പൊക്കോളാം എന്ന്. അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മളുടെ CEO ആണെങ്കിൽ ഷിയാനെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ടൊക്കെ പോയത്. സത്യം പറഞ്ഞാൽ ഇക്കാര്യം കേൾക്കുന്നേ നമ്മുടെ ഷിയാനാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ ചോദിക്കും, നീ അതൊക്കെ ഇപ്പോഴും ആലോചിച്ച് വെച്ചേക്കുവാണോ, എന്തായിരുന്നാലും കൊള്ളാം, എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല, നീ അങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്ന്. നമ്മളുടെ ഷിയാൻ്റെ ചിരി കണ്ടിട്ട് നമ്മുടെ CEO പറയും, നീ ഇത് വലുതായിട്ട് പബ്ലിക്കാക്കിയൊന്നും വേണ്ട, ഇത് നമ്മളുടെ രണ്ടുപേരുടെ ഇടയിലായിട്ടിരുന്നാൽ മതി, എന്തായിരുന്നാലും അന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നതായിരിക്കും. ഈ ആഴ്ച തന്നെ നമുക്ക് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ CEO വലിയ പ്ലാനിങ് ഒക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ദിവസം എത്തുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാനും അതേപോലെ തന്നെ CEO കൂടി വീട്ടിൽ കള്ളൊക്കെ പറഞ്ഞിട്ടാണ് പുറത്ത് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഷിയാനാണെങ്കിൽ അവിടെ പറയും, എന്നാലും CEO നിനക്ക് എല്ലാ സ്ഥലങ്ങളെ പറ്റി നല്ല വിവരമുണ്ടല്ലോ, നീ ഭയങ്കര ജീനിയസ് ആണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ അവിടെ കറക്റ്റായിട്ട് ബൈക്കോങ് നടന്നു വരും. ഇവനെ കാണുന്നേ ഷിയാൻ വേഗം തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ചെല്ലും. എന്നിട്ട് അവൾ പറയും, ബൈക്കോങ് നിങ്ങൾ എനിക്ക് തന്നെ ആ ഇംഗ്ലീഷിൻ്റെ ബുക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് എന്തൊക്കെയായിരുന്നാലും സൂപ്പർ സാധനം തന്നെയാണ്, അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മളുടെ CEO ഭയങ്കരമായിട്ട് ജലസാവും. അവനാണെങ്കിൽ കയ്യിലിരുന്ന ഫുഡൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി തിന്നാനായിട്ട് തുടങ്ങും. അവൻ്റെ വാ കാണുന്നേ നമുക്ക് നല്ല ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഷിയാനാണെങ്കിൽ ബൈക്കോങ്ങിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മളുടെ CEO അടുത്തായിട്ട് വരുന്നതാണ്. അവൻ്റെ വാ കാണുന്നേ അവൾക്ക് നല്ലതുപോലെ ചിരി വരും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അതിലിങ്ങനെ നടന്നു പോകാനായിട്ട് തുടങ്ങും. CEO ഷിയാൻ്റെ അടുത്ത് പറയും, എന്തായിരുന്നാലും എക്സാംസ് ഒക്കെയാണ് വരാൻ പോകുന്നത്, നിനക്ക് എന്തായിരുന്നാലും എൻ്റെ ആവശ്യം വരുമെന്ന്. എന്നാൽ നമ്മുടെ ഷിയാൻ പറയും, എനിക്ക് നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നല്ലതുപോലെ പഠിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ തനിച്ച് നടന്നു പോകുന്നതും അവിടെയായിട്ട് അവരുടെ ക്ലാസ് ടീച്ചറിനെ കാണും. ക്ലാസ് ടീച്ചർ ഇവളെ കണ്ടായിരുന്നു. അയാൾ വേഗം തന്നെ നമ്മുടെ ഷിയാൻ്റെ പേരും വിളിച്ച് അവളുടെ പുറകെ ഓടി വരാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ CEO ആണെങ്കിൽ ഷിയാനെ പിടിച്ച് ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് ഒളിച്ചങ്ങിരിക്കും. രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടായിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സാർ അവിടെ എത്തുന്നതും അയാൾക്കൊരു ഫോൺ കോൾ വരും. അയാളാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെ മഴയും പെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ CEO ആണെങ്കിൽ ഷിയാന് മഴ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷർട്ട് എടുത്ത് അവളെ നല്ലതുപോലെ കവർ ചെയ്ത് പിടിക്കും. സത്യം പറഞ്ഞാൽ ഇവർ നല്ല ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മളുടെ ഷിയാനാണെങ്കിൽ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവർ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിനകത്തോട്ട് കയറിയിരിക്കുന്നത് അവിടെയായിട്ട് ആ ഇന്നെന്ന് പറയുന്ന പെങ്കൊച്ചില്ലേ
അവളൊരു ചെറുക്കനുമായിട്ട് കയറി വരുന്നത് കാണും. അവൾ നമ്മളുടെ സിയുവിനെ കാണുന്നേയും അവനെ നോക്കി ടാറ്റയൊക്കെ കാണിക്കും. പെട്ടെന്ന് തന്നെ ഷിയാനാണെങ്കിൽ സിയുവെ എടുത്ത് ചോദിക്കും, നിനക്ക് എന്താ ഇത് കണ്ടിട്ട് ഒന്നും ഫീൽ ആവുന്നില്ലേ? അപ്പം നമ്മുടെ സിയുവെ ചോദിക്കും, എനിക്ക് എന്ത് തോന്നാനാ, എനിക്ക് യാതൊരു ഫീലിംഗും ഇല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഷിയാൻ മനസ്സിൽ വിചാരിക്കും, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, അവനും അവളും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഇല്ലേ, അപ്പോൾ പിന്നെ അവന് വല്ലതും തോന്നേണ്ടതല്ലേ എന്നവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പ് നടക്കുമായിരുന്നു. നമ്മുടെ ഷിയാനാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് കാർഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. അവളാണെങ്കിൽ ശ്രദ്ധിക്കും, അതേപോലെ തന്നെ സിക്കിക്കും ഒക്കെ കാർഡ് കൊടുക്കും. എന്നാൽ അവൾ നമ്മളുടെ സിഒയ്ക്ക് മാത്രം കാർഡ് കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അറിഞ്ഞായിരുന്നു അവനാണെങ്കിൽ സെലിബ്രേഷൻസ് ഒന്നും അത്ര ഇഷ്ടമല്ല എന്ന്. അവൾ ആ കാർഡ് അവന് കൊടുക്കാണ്ട് കയ്യിൽ തന്നെ വെച്ചേക്കും. ക്ലാസ്സിൽ വന്ന് കയറുന്നത് നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് സിഒയെ ചോദിക്കും, അല്ല നീ എനിക്ക് മാത്രം എന്താ കാർഡൊന്നും തരാത്തത് എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും, അത് നിനക്ക് ഫെസ്റ്റിവൽ ഒന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കാർഡ് തരാത്തതെന്ന്. അപ്പോൾ നമ്മളുടെ സിഒയെ പറയും, എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല, കാർഡൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടുത്തെ ക്ലാസ് ടീച്ചർ ഇവരെ അങ്ങ് പോകും. അവസാനം ഇവർക്ക് പണിഷ്മെൻറ്റും കിട്ടും. രണ്ടെണ്ണത്തിനെയും ക്ലാസ്സിന് പുറത്ത് നിൽക്കാനായിട്ട് പറയും. അവിടെ വെച്ചിട്ട് നമ്മളുടെ ഷിയാനാണെങ്കിൽ സിഒയുടെ കയ്യിലായിട്ട് ആ കാർഡ് എടുത്ത് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ സിഒയ്ക്ക് നല്ല ഇഷ്ടപ്പെടും. എങ്കിലും അവനാണെങ്കിൽ ഷിയാനെ കളിയാക്കാൻ വേണ്ടിയിട്ട് കാർഡ് കൊള്ളത്തില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഷിയാൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ കാർഡ് വെച്ചേക്കണ്ട, അതെൻ്റെ കയ്യിൽ മര്യാദയ്ക്ക് തന്നോണേ എന്ന്. അങ്ങനെ രണ്ടെണ്ണം അടി കൂടാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലായിട്ട് സാറ് വന്നിട്ട് എല്ലാവരുടെയും മാർക്കൊക്കെ കൊടുക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിയാന് നല്ല മാർക്ക് കുറവായിരുന്നു. സാറാണെങ്കിൽ മൊത്തത്തിൽ പറയും, എല്ലാവർക്കും നല്ല മാർക്ക് കുറവാണ്, അടുത്ത എക്സാമിന് നല്ലതുപോലെ പഠിച്ച് മാർക്ക് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ സീറ്റ് ഞാൻ എക്സ്ചേഞ്ച് ആക്കുന്നതായിരിക്കും എന്ന്. ഇത് കേൾക്കുന്ന ഷിയാനങ്ങ് ഒരുമാതിരിയാവും. അവക്കാണെങ്കിൽ നമ്മുടെ സിയുയുടെ സീറ്റിൻ്റെ അടുത്തുനിന്ന് മാറാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ നല്ലതുപോലെ പഠിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ ആ ഫെസ്റ്റിവലിൻ്റെ അവർക്കൊരു അവധിയൊക്കെ കിട്ടിയേക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഷിയാനാണെങ്കിൽ വീടിന് പുറത്തോട്ട് പോലും ഇറങ്ങാണ്ട് നല്ല കഠിനമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങും. അവൾക്ക് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യണ്ടേ. അങ്ങനെ ആ ഫെസ്റ്റിവലിൻ്റെ ദിവസം എത്തുന്നതും അവളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും അനിയനും എല്ലാവരോടും ചേർന്നിട്ടേ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് പുറത്തു പോകാനായിട്ട് ഒരുങ്ങും. ഷിയാനെ വിളിക്കാനായിട്ട് അവളുടെ അച്ഛൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഷിയാൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ നിന്ന് എല്ലാവരും അങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ സിയുവേനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും കാണിക്കും. അവരും അവിടെ ഫയർ വർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. സിയുവേയും നമ്മളുടെ ഷിയാനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ നല്ലതുപോലെ മാറി നിൽക്കുന്നതാണെന്നേയും സിക്കി വന്നിട്ട് അവൻ്റെ ചോദിക്കും, നീ എന്ത് പറ്റി, ലിറ്റിൽ മോൺസ്റ്ററിനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവേ ആണെങ്കിൽ സിക്കി എടുത്ത് പറയും, അങ്ങനെയല്ലടാ, നീയാണെങ്കിൽ ഷദ്ദിയുടെ കൂടല്ലേ നടക്കുന്നേ, ഷിയാൻ വന്നു കഴിഞ്ഞാൽ ഷദ്ദിക്ക് ഒരു കൂട്ടായനെ, അപ്പൊ പിന്നെ എനിക്കൊരു കൂട്ടായനെ, നമുക്ക് രണ്ടുപേർക്കും കമ്പനി അടിച്ച് നടന്നുകൂടെ. ഇത് കേൾക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ സിക്കിയാണെങ്കിൽ ഷദ്ദിനെയും വിളിച്ചുകൊണ്ട് നേരെ ഷിയാന്റെ വീട്ടിലായിട്ട് വരും. എന്നിട്ട് അവിടെ കിടന്ന് ബഹളം വെച്ച് അവസാനം നമ്മളുടെ ഷിയാനെയും വിളിച്ചുകൊണ്ട് അവർ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് പോകും. ഷിയാന് നല്ല സന്തോഷമായിരുന്നു. ഇവരങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ട്രാഫിക് വന്നിട്ട് ഇവർ വഴിയിലായിട്ട് കിടക്കും. ഇവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ആ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫയർ വർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയു ആണെങ്കിൽ പറയും, എല്ലാവരും വേഗം പുറത്തോട്ടിറങ്ങും, എനിക്ക് വേറൊരു സ്ഥലം അറിയാമെന്ന് പറഞ്ഞിട്ട് അവർ കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വേഗം തന്നെ തൊട്ടടുത്തുള്ള വേറൊരു ബ്രിഡ്ജിന്റെ അടുത്തായിട്ട് ഓടിയെത്തും. അവർ വന്ന് നിൽക്കുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് ഫയർ വർക്കും സ്റ്റാർട്ടാവും. ഇത് കാണുന്ന എല്ലാവർക്കും നല്ല സന്തോഷമാവും. അവരെല്ലാവരും കൈയൊക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ലതുപോലെ ബഹളം വയ്ക്കാൻ തുടങ്ങും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.